അടുത്ത വാർത്തയിലേക്ക് പോയാൽ എറണാകുളം തൃക്കാക്കര സഹകരണ ആശുപത്രിയിലേക്ക് മലിനജലം വീണ്ടും ഒഴുകുന്നു. മോർച്ചറിയുടെയും സ്കാനിംഗ് വിഭാഗത്തിന്റെയും പ്രവർത്തനം തടസ്സപ്പെട്ടു. KMRLന്റെ അശാസ്ത്രീയ മണ്ണ് നിക്ഷേപത്തിനെതിരെ പ്രതിഷേധം ശക്തമാണ്. മലിനജലം ഒഴുകുന്നതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുമെന്ന് ഇന്നലെ KMRL ഉറപ്പ് നൽകിയിരുന്നു. ലേബി സജീന്ദ്രൻ ചേരുന്നു. ലേബി, പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പോരല്ലോ, അത് നടപ്പിലാവണമല്ലോ. ഈ മലിനജലം ഒഴുക്കിവിടുന്നതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ലേ? റോഷ്നി, ഉറപ്പെല്ലാം പാഴ്വാക്കായിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണ് KMRLന്റെ അധികൃതർ അവിടെ എത്തി ആശുപത്രിയിലെയും നഗരസഭയിലെയും ഭാരവാഹികളോടും അതുപോലെ തന്നെ നാട്ടുകാരെയും എല്ലാം ഉൾപ്പെടുത്തി ഒരു യോഗം വിളിക്കുകയും ആ യോഗത്തിൽ ഇത്തരത്തിൽ മലിനജലം ഒഴുകുന്നത് പൂർണ്ണമായും തടയും എന്നുള്ള ഉറപ്പും നൽകിയത്. എന്നാൽ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ മലിനജലം വീണ്ടും ഈ തൃക്കാക്കര സഹകരണ ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. തൃക്കാക്കര സഹകരണ ആശുപത്രി എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ നിരവധി ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് തൃക്കാക്കര സഹകരണ ആശുപത്രി. ഇവിടേക്ക് കഴിഞ്ഞ ദിവസം ഈ KMRLന്റെ കൊച്ചി മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട KMRL അശാസ്ത്രീയമായി നിക്ഷേപിക്കുന്ന ചെളിയും മാലിന്യവുമാണ് ഇങ്ങനെ മഴ വന്നപ്പോൾ ഒഴുകി ആശുപത്രി വളപ്പിനുള്ളിലേക്ക് വന്നത്. ആശുപത്രിയുടെ മോർച്ചറിയുടെയും CT സ്കാൻ യൂണിറ്റിന്റെയും എല്ലാം പ്രവർത്തനം ഇന്ന് തടസ്സപ്പെടുത്തുന്ന അവസ്ഥ വന്നു. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ CT സ്കാൻ റൂമിനുള്ളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ വന്നു. ഈ മലിനജലം വലിയ ഈ പകർച്ചവ്യാധി ഭീഷണി കൂടിയുള്ള സാഹചര്യമാണ് എന്നോർക്കണം. വലിയ പ്രതിഷേധവുമായി അന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും ആശുപത്രി അധികൃതരും എല്ലാം രംഗത്ത് വന്നിരുന്നു. നമ്മൾ ആ വാർത്ത കൊടുത്തതിനെ തുടർന്നാണ് KMRL അധികൃതർ അവിടെ എത്തി. ഇന്നലെ സ്ഥലം MLA ഉമാ തോമസ് എത്തി, ജില്ലാ കളക്ടർ എത്തി. തുടർന്നാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം KMRL അടിയന്തര യോഗം വിളിച്ചത്. എന്നാൽ ആ യോഗത്തിൽ KMRL കൊടുത്ത വാക്കും പാഴ്വാക്കായിരിക്കുന്നു. ഈ കൊച്ചി മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫയലിംഗ് നടത്തുമ്പോഴുള്ള ചെളിയും മാലിന്യവും മറ്റ് വേസ്റ്റുമെല്ലാം, ഇതുപോലെ കോൺക്രീറ്റ് വേസ്റ്റ്, മറ്റ് മാലിന്യ വസ്തുക്കൾ, ഇതെല്ലാം ഈ തൊട്ടടുത്ത ആശുപത്രിയുടെ തൊട്ടടുത്ത ഒഴിഞ്ഞ പറമ്പിലേക്ക് KMRL അശാസ്ത്രീയമായി നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ കൂടിക്കിടന്ന് വലിയ രീതിയിൽ ഭീഷണിയാകുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ. അതാണ് ഇപ്പോൾ മഴ വന്നപ്പോൾ ഈ ചെളിവെള്ളവും മാലിന്യവും എല്ലാം ചേർന്ന് ഒഴുകിയ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി ഇങ്ങോട്ട് ഈ മലിനജലം കുത്തി ഒഴുകി വന്നപ്പോഴേക്കും വലിയ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാം. റോഷ്നി.